നമസ്കാരം. ഞാൻ ഗിരീഷ് പണിക്കർ, ഗുരുവായൂർ. ചാനൽ 5 വേണ്ടി 2021 അശ്വതി തൊട്ട് രേവതി നക്ഷത്രം വരെയുള്ള 27 നക്ഷത്രക്കാരുടെ സാമാന്യ ഫലം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ചോതി നക്ഷത്രത്തിന്റെ ഫലമാണ് 2021 ചോതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളുണ്ടാവും. ചോതി തന്നെ കടലിനോട് ബന്ധപ്പെട്ട നക്ഷത്രമാണ്. അപ്പോൾ എന്താണ് കടലിനോട് ബന്ധപ്പെട്ട? സത്യത്തില് ചോദിക്കാർക്ക് കടലിനോടൊന്നും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. തിരുവാതിര, ചോതി, ചതയം, രാഹുവ. അപ്പൊ ഈ ചോദിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മാർത്ഥത കൂടും എന്നുള്ളത്. ആത്മാർത്ഥത കൂടിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കും. ഈ സഹായിക്കുമ്പോൾ ബോധം നോക്കാതെ സഹായിക്കുന്ന ഒരു വിഭാഗക്കാരാണ് പൊതുവെ കണ്ടുവരുന്നൊരു സംഭവമാണത്. അത് പൊതു തത്വമായിട്ടാണ് പറഞ്ഞത്. എന്താ കാര്യം ചങ്ങായി, ചോദ്യ നക്ഷത്രക്കാർക്ക് അവരവരുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയില്ല. അവരവര് കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ട് അതിൽ ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ എന്താ കുഴപ്പമുണ്ടാവുക വെച്ചിങ്ങ, നമ്മൾ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കടല് തരങ്ങനെ കയറി വരുന്നുണ്ടാവും. വേലിയേറ്റാവേ. ആ വേലിയേറ്റത്തില് ഇതിങ്ങനെ വന്ന് കയറുണ്ടാവും. നമ്മള് മറ്റുള്ളവരെ നോക്കണത് കടല് കയറുന്നുണ്ടോ എന്നുള്ളതല്ല നോക്കണതേ. മറ്റുള്ളവരുടെ വിഷയം എന്താണ്, അതെന്താണ്, ഇതെന്താണെന്ന് നോക്കി വരുമ്പോഴേക്കും കടല് കയറിയിട്ടുണ്ടാവും. ഇതാണ് ഈ കടലിനെ ചോദിക്കാറുള്ള ദേഷ്യം. അതാണ്. അല്ലാണ്ട് കടല് വന്ന് കരുതിക്കുട്ടി കയറണമെന്നല്ല. ഇവർക്ക് മറ്റുള്ളവരെന്താണ് ചെയ്യണത്? ഒരുപക്ഷെ കെയറിങ് ആവാം, ഒരുപക്ഷെ ദുരുദ്ദേശമാവാം, ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കലാവാം. എന്താണ് എന്നുള്ളത് അത് അവരോട് തന്നെ ചോദിക്കേണ്ടത്. ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള വിഷയത്തിൽ ചോദിക്കേണ്ട കാര്യമാണ്. പക്ഷേ നിറവ്യത്യാസം, മുഖലക്ഷണം വെച്ച് പറയുകയാണെങ്കിൽ ചോദ്യ നക്ഷത്രക്കാർ കുറച്ച് കറുത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. കറുത്തവരാണെങ്കിൽ ലേശം ബ്ലാക്ക്. നമ്മളിപ്പോ നമ്മുടെ കേരളത്തിലത്തെ വിഷയം മാത്രമേ നോക്കുള്ളൂ. ബാക്കി പുറമുള്ള വിഷയങ്ങളോ അതൊന്നും അല്ല കേട്ടോ പറയണത്. അപ്പൊ ഈ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ലേശം കറുത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടാവുക എല്ലാവരെയും. അത് ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ എപ്പോഴും, എത്ര 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ചോദ്യ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും എപ്പോഴും ശ്രദ്ധിക്കുക, അവര് വളരെ ആക്റ്റീവായിരിക്കും. അവരെപ്പോഴും ചെറിയ മനസ്സാവുക. നിസ്സാര കാര്യത്തിന് പിണങ്ങ, തല്ലൂടുക, എന്തായാലൊക്കെ അവര് പറയാം. ഒന്നും മനസ്സിലുണ്ടാവില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തിലൊക്കെ പറയാതെ ശബ്ദം ഭയങ്കരമായിരിക്കും. അതീവമായിട്ടുള്ള ശബ്ദമാവുക. അവരെ വാക്പതി ചൊവ്വയാണ്. ഈ വാക്പതി ചൊവ്വയാകുമ്പോൾ ശബ്ദം ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഇത് ചിലർക്ക് തോന്നും, ആകെ അപകടകാരിയല്ല. സത്യത്തിൽ കാണുമ്പോൾ ഇവര് ഭയങ്കര അപകടകാരിയായിട്ട് തോന്നുമെങ്കിലും ഇത്രയും സാധുജനങ്ങൾ വേറെ ഇല്ല. ചോദ്യ നക്ഷത്രക്കാര ഫലം അനുസരിച്ച് ശുക്രനാ, രാഹുവാണ് അതിന്റെ ദശാനാഥൻ. ഇവിടെയാണ് രാഹു സർപ്പായി. ഈ സർപ്പം ഒരു ഈ എന്താ പറയാ, ബന്ധുരക്കാഞ്ചരക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാലിൽ. എപ്പോഴും ഈ ബന്ധനത്തിൽ നിന്ന് മോചിതരാവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാവുക ഈ ചോദ്യ നക്ഷത്രക്കാര്. ഒരു ബന്ധനത്തിലാവും, എപ്പോഴും ഒരു കൂട്ടിലാവും. എന്നാൽ ഈ കൂട് എങ്ങനെയെങ്കിലും പൊട്ടിച്ച് ചാടണം എന്ന് ഇവർക്ക് പൊതുവായിട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്, ദോഷം എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിവാഹം കഴിക്കുന്ന പ്രായമായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ അവര് മനസ്സിൽ വിചാരിക്കുക നല്ലൊരു ഭർത്താവിനെ കിട്ടണം. ആ ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ വിചാരിക്കുക ഇയാൾക്ക് നല്ലൊരു ജോലി ഉണ്ടാവണം, അതോടുകൂടി തന്നെ ഭർത്താവ് തന്നെ എല്ലാം എന്ന് വിചാരിക്കും. ആ ജോലി ഭർത്താവിനൊന്നും കാണും വേണം. ഇദ്ദേഹം ഒരു വിദേശത്തേക്കോ മറ്റും പോവുകയാണെങ്കിൽ വളരെ സന്തോഷമായി. ആ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ഫലം വളരെയധികം അനുഭവിക്കുന്നത് ഇവരായിരിക്കും. ചോദ്യ നക്ഷത്രക്കാർ പ്രത്യേകത അതാ. ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയിട്ട് അനുഭവസ്ഥരായിട്ടുള്ള, അതായത് സാരി ആയാലും ശരി, ചുരിദാറായാലും ശരി, സ്വർണ്ണമായാലും ശരി, കമ്മലായാലും ശരി, എന്ത് വിഷയമായാലും ശരി, ഇതൊക്കെ അവർക്ക് കിട്ടും. എന്നാൽ ഭർത്താവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവുകയും ചെയ്യും. കുട്ടികളെ ഭയങ്കര ഇഷ്ടാവുകയും ചെയ്യും. സന്താനങ്ങളാണ് ഇവരുടെ ഏറ്റവും പ്രധാനം. ഒരു ആൺകുട്ടി എന്തായാലും ഇവർക്ക് ഉണ്ടാവും. പൊതുവായിട്ടുള്ള ഫല പറയണം കേട്ടോ, എല്ലാവർക്കും അല്ല പറയണത്, പൊതുവായിട്ടുള്ള ഫല പറയണം. ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, മനസ്സ് ശുദ്ധാവുക.
മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ഗൗരവമായിട്ട് നീങ്ങാനുള്ള ചില സാങ്കത്യമൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഗൗരവമൊന്നുമില്ല. ഗൗരവമില്ല. ഗൗരവം വെറും അഭിനയം മാത്രമായിട്ട് മാറുക. ഇത് പൊതുവെ ചോദ്യനക്ഷത്രക്കാരെ ശ്രദ്ധിച്ചാൽ അറിയുന്ന ഒരു സംഭവമാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. അതുകൊണ്ടും വിരോധമില്ല. പിന്നെ ചോദ്യനക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 6 വരെ ദോഷസമയമാണ്. ഫെബ്രുവരി 22 വരെ അതീവ ദോഷസമയമാണ്. അതിന് ലേശം കുറവ് ഈ ഏപ്രിൽ വരെ. ഫെബ്രുവരി 22 തൊട്ട് കുറച്ചുകൂടി ഈ കടുത്ത ദോഷത്തിൽ നിന്ന് ഒരു അല്പം ദോഷശമനം ഉണ്ടാകുന്ന സമയമാണ് ഫെബ്രുവരി 22 തൊട്ട് ഏപ്രിൽ 6 എന്ന് പറയുന്ന സമയം. ഇതൊക്കെ ശ്രദ്ധിച്ച് നീങ്ങുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇതില് വാർദ്ധക്യത്തിലുള്ള ജനങ്ങൾക്ക് മരണം തന്നെയാണ് ഫലമായിട്ട് കാണുന്നത്. ശരിക്ക് ചോദ്യ നക്ഷത്രത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള വാർദ്ധക്യത്തിലുള്ള ജനങ്ങൾ 100-ൽ 60% ജനങ്ങളും മരണം ഒരു ആപത്ത് സമയമാണ്. അസുഖം ഉണ്ടെങ്കിൽ അവർ മരണപ്പെട്ടിരിക്കും എന്നുള്ളത് നിർബന്ധമാണ്. 40% ആൾക്കാർ രക്ഷപ്പെടാം. അതിൽ 20% ആൾക്കാർ അതീവ ഗുരുതരമായിട്ട് നിൽക്കാം. ഇതാണ് ആ നക്ഷത്രത്തിന്റെ ഫലം. അങ്ങനെയാണ്. അതുകൊണ്ട് അത് ഉണ്ടാവും എന്നുള്ളതല്ല, ഉണ്ടാവാതെ നോക്കുക. അതാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന വിഷയം. അതാണ് നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് വരാനുള്ള സാധ്യത എന്താണ്, അത് പറയുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതല്ല. അതിന് സാധ്യതകൾ എങ്ങനെ നിൽക്കണു, അതിന് എന്ത് വേണം, അതിനെന്ത് പരിഹാരം ചെയ്യാം, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അത് കൃത്യമായ രീതിയിൽ ചിന്തിച്ചു പോവുകയാണെങ്കിൽ വലിയ ആപത്തുകളില്ലാതെ ഒരു പരിധി വരെ അതിനെ നിയന്ത്രിച്ച് നിൽക്കാനും മറ്റു രീതിയിൽ മുന്നോട്ട് നീങ്ങാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ചിന്തിച്ചു പോകേണ്ടത് ആ ജാതകരുടെയും ആ ജാതകത്തിന്റെയും അതൊക്കെ ഓരോരുത്തരും അവരവരുടെ സമയത്തിനനുസരിച്ച് കൃത്യമായ രീതിയിൽ ചിന്തിച്ച് ആ ജാതകത്തിനനുസരിച്ച് നോക്കി പോകേണ്ട കാര്യമാണ്. അത് ശ്രദ്ധിക്കണം. കാരണം ഒരു 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ചോദ്യ നക്ഷത്രക്കാരാണെന്ന് വിചാരിക്കുക, അവരെ കാര്യം മഹാദോഷമാണ്. കാരണം അവർ രക്ഷപ്പെടില്ല. 70 കഴിഞ്ഞ് ഒരു രോഗത്തിന് അടിമയായി കഴിഞ്ഞാൽ, രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. രോഗത്തിന് അടിമയായി കഴിഞ്ഞാൽ അവര് മരണത്തിന്റെ ദൂതരായി കഴിഞ്ഞു എന്നുള്ളതാണ്. മരണത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ വ്യവസ്ഥത. ഉടൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ വിഷയത. ചോദ്യ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് അബദ്ധത്തെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടും സൂക്ഷ്മീകരിച്ചുകൊണ്ടും നീങ്ങുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചാനൽ 5 എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ ഇത് പറയുമ്പോഴും നമുക്കൊക്കെ എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. എന്താണ് നല്ലത്, അല്ലെങ്കിൽ പൊട്ട എന്താ വരുന്നത് വെച്ചെങ്കിൽ, പൊട്ട വരുന്ന ആൾക്കാർക്ക് നല്ലതിലേക്ക് വരാനുള്ള വഴി എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്ക് അതാണല്ലോ പ്രധാനം. പല ആൾക്കാരുണ്ട്, പല സംഗതികളുണ്ട്, പലതും പറയുന്നുണ്ട്. ഇതെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും, വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടാവും. ചിലതൊക്കെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറയണ്ടാവാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയാന്ന്. അതിൽ കാര്യമില്ലല്ലോ. ഇതിപ്പോ നമ്മളിപ്പോ ഈ ചോദ്യ നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു, ചിലപ്പോ ഇതില് വ്യത്യാസം ഉണ്ടാവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നോക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് പറയണത്, അത് ഓരോരുത്തരും വ്യക്തിപരമാണ്. നിങ്ങൾക്ക് ഒരു 27 നക്ഷത്രത്തില് ഒതുങ്ങുന്ന ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. അതിന്റെ ഒരു പൊതു രൂപത്തിൽ 27 ഭാഗമാക്കി മാറ്റുമ്പോൾ അതിൽ ചോദ്യക്കാരുണ്ടാവും. പലർക്കും പല അനുഭവമാകും. ഇതാണ് പറയാൻ കാരണം. സമയത്തെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ജനിച്ച സമയം വേറെയാണ്, അയാള് അപ്പുറത്തുള്ള ചോദ്യ നക്ഷത്രക്കാരൻ ജനിച്ചിട്ടുള്ള സമയം വേറെയാണ്, അത് ജനിച്ച സാഹചര്യം വേറെയാണ്, അവര് ജനിച്ച അന്തരീക്ഷം വേറെയാണ്. ഇതൊക്കെ അതിന്റെ ഫല. അത് ശരീരപ്രകൃതി വേറെയാണ്. ജീനൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. ചിലർക്ക് ഉഷ്ണ ശരീരമായിരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ വേർക്കുണ്ടാവാം, എന്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ വേർക്കുണ്ടാവില്ല. ഇതെന്താ? ഇത് പാരമ്പര്യ. ശരീരം തടിച്ച ശരീരമാവാം, അല്ലെങ്കിൽ സ്ഥൂല ശരീരം. പലർക്കും പല എല്ലുള്ള ശരീരക്കാരുണ്ട്, എല്ല് പൊന്തിയിട്ടുള്ള ശരീരക്കാരുണ്ട്.
ഇതിപ്പോ ചോദ്യക്കാരൊക്കെ ഒരേ ശരീരക്കാരോ ഓരോ മനസ്സുള്ള ആൾക്കാരല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മളുടെ അവസ്ഥ അനുസരിച്ച് ആപത്ത് ഏത് സമയത്തും വരാൻ സാധ്യതയുള്ള രൂപത്തിലാണ് ചോദ്യനക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ സ്ഥിതി നിൽക്കുന്നത്. 2021 വളരെയധികം ശ്രദ്ധിക്കുക.